സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കണ്ടന്റ് ക്രിയേഷൻ. എന്തും പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാതെ തന്നെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത് മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 5W1H എന്നൊരു ടെക്നിക് ഉപയോഗിക്കാം. നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരും ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുന്നവരും നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കണ്ടന്റ് ക്രിയേഷൻ. എന്തുതരം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ആർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യണം, എന്തുതരം കണ്ടന്റാണ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്, ഇതെല്ലാം നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. മിസ്റ്റർ ബീസ്റ്റ് എന്നൊരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹത്തിലെ ലോകത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു യൂട്യൂബറാണ് അദ്ദേഹം സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം പറയുന്നത് ഡേ ബൈ ഡേ അദ്ദേഹം ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നുള്ളതാണ്. അതിന്റെ എഡിറ്റിംഗ്, റിസർച്ച്, സ്ക്രിപ്റ്റ്, പ്രസന്റേഷൻ സ്കില്ല്, ഇതിലെല്ലാം ഡേ ബൈ ഡേ അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം ഈ നിലയിലെത്തിയത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖം കാണിക്കാതെ തന്നെ പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അത് മില്യൺസ് ഓഫ് ഫോളോവേഴ്സിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് അറിയാമെന്നുള്ളതാണ്. ഈ സ്കിൽ ഉണ്ടാവാൻ തുടർച്ചയായി 100 വീഡിയോകൾ ചെയ്യൂ. 101ാമത്തെ വീഡിയോയിൽ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് 5W1H എന്നൊരു ടെക്നിക് ഉപയോഗിക്കാം. 5W എന്ന് പറയുന്നത് വു, വാട്ട്, വെൻ, വെയർ, വൈ. H, ഹൗ. വു, ആരാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മളൊരു മൊബൈൽ ഗെയിംസ് സെല് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് തീർച്ചയായും കുട്ടികളായിരിക്കും. അപ്പോൾ കുട്ടികൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്, ആ പ്ലാറ്റ്ഫോമിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ പ്രായം, ലൊക്കേഷൻ, പ്രിഫറൻസ് മനസ്സിലാക്കുക. അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. വു കഴിഞ്ഞു, അടുത്തത് വാട്ട്. എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. കണ്ടന്റ് ക്രിയേഷൻ ഐഡിയ നമ്മൾ നേരിടുന്ന ഒരു ചലഞ്ചാണ്. കണ്ടന്റ് ക്രിയേഷൻ ഐഡിയ ലഭിക്കാനായിട്ട് നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിന്റെ വീഡിയോസിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഉപയോഗിക്കാം. അതിൽ നിന്ന് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായങ്ങൾ, സംശയങ്ങൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുക. അതിന്റെ ബേസിസിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ഓൺലൈനായിട്ട് സർവേസ് കണ്ടക്ട് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ചില ടൂളുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഗൂഗിൾ ട്രെൻഡ്, ഗൂഗിളിന്റെ തന്നെ കീവേഡ് പ്ലാനർ, ആൻസർ ദ പബ്ലിക്. ഇതിൽ നമ്മുടെ കീവേഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ ആൾക്കാർ എന്താണ് സാധാരണയായി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് വാട്ട്. എന്തുതരം കണ്ടന്റ് ആണ് ആൾക്കാരുടെ അഭിരുചിക്ക് കണ്ടന്റുകൾ, അവർ കൺസ്യൂം ചെയ്യാൻ താല്പര്യപ്പെടുന്ന കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അടുത്തതാണ് വെൻ. ഓരോ പ്ലാറ്റ്ഫോമിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയം ഉണ്ടാകും. കൃത്യമായ അതിനൊരു സമയമുണ്ട്. ചിലപ്പോൾ രാവിലെ ആയിരിക്കും, ഉച്ചയ്ക്കായിരിക്കും, ചിലപ്പോൾ രാത്രിയായിരിക്കും. ഇത് കണ്ടെത്താൻ നമ്മൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് റെസ്പോൺസ് ഏത് സമയത്താണ് കൂടുതൽ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കാൻ അനലിറ്റിക്സ് ഉപയോഗിക്കാം. എല്ലാ പ്ലാറ്റ്ഫോമിലും അനലിറ്റിക്സ് അവൈലബിൾ ആണ്. അത് നോക്കി കൃത്യമായി ഏത് സമയത്താണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത് എന്ന് മനസ്സിലാക്കുക. ആ സമയത്ത് കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. വെയർ, ഏത് പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓംനി പ്രസന്റ് കണ്ടന്റ് സ്ട്രാറ്റജിയാണ് എപ്പോഴും ബിസിനസ്സുകാർ ഉപയോഗിക്കേണ്ടത്. അതായത് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുക. എന്നിരുന്നാലും ചില പ്ലാറ്റ്ഫോമുകളിലായിരിക്കും നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കൂടുതൽ ആക്റ്റീവായിട്ട് ഉള്ളത്. ആ പ്ലാറ്റ്ഫോം കണ്ടെത്തുക. ആ കണ്ടെത്തിയതിനു ശേഷം കൂടുതൽ ശ്രദ്ധ ആ പ്ലാറ്റ്ഫോമിൽ നൽകുക. വൈ, എന്തിനാണ് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതിന് ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സെയിൽസ് കൂടുതൽ നടത്താൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. എന്താണ് നമ്മുടെ പർപ്പസ്, അതിന്റെ ബേസിസിലായിരിക്കണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ബ്രാൻഡ് അവയർനെസ്സും പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ്സുമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷണൽ കണ്ടന്റുകളാണ് നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ജനങ്ങളെ അവെയർ ചെയ്യിക്കുന്ന കണ്ടന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഹൗ, എങ്ങനെയാണ് നമ്മുടെ എന്തെല്ലാം ടൂൾസ് നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ചില ഫ്രീ ടൂൾസ് അവൈലബിൾ ആണ്. ക്യാൻവയുടെ ഫ്രീ വെർഷൻ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെയ്ഡ് വെർഷൻ അവൈലബിൾ ആണ്. എഡിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ആഫ്റ്റർ എഫക്റ്റ് ആണ്. അഡോബിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. റെഗുലർ ആയിട്ട് അപ്ലോഡ് ചെയ്യുക, അനലിറ്റിക്സ് പരിശോധിക്കുക, നമ്മുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഡെയിലി ഇംപ്രൂവ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോവുക. കൂടുതൽ വിസിബിലിറ്റി നമ്മുടെ കണ്ടന്റിൽ ലഭിക്കുമ്പോൾ കൂടുതൽ ബിസിനസ് നമുക്ക് ലഭിക്കും. നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് കൂടുതൽ അടുക്കും തോറും നമ്മുടെ സെയിൽസും അതുപോലെ തന്നെ ബ്രാൻഡ് അവയർനെസ്സും വർദ്ധിക്കും.